നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊന്ന കേസിലെ പ്രതിക്ക് നേരെ കയ്യേറ്റം. ഇയാളുമായി തെളിവെടുപ്പിനെത്തിയപ്പോഴായിരുന്നു നാട്ടുകാർ രോഷാകുലരായത്. പോലീസ് വലയം ഭേദിച്ച ചിലർ പ്രതി അഷ്കറിനെ മർദ്ദിക്കാൻ ശ്രമിച്ചു. കുഞ്ഞിനെ ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊന്നതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. നെടുമങ്ങാടിലെ അഖിൽ ദമ്പതികളുടെ 1.5 വയസ്സായ അർഷിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടാനച്ഛനായ അഷ്കറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാളെ എത്തിച്ചപ്പോൾ രോഷാകുലരായ ജനങ്ങൾ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അതിനു മുമ്പ് തന്നെ ഇയാളുടെ അഷ്കറിൻ്റെ വാഹനം അടിച്ചു തകർത്ത സാഹചര്യവും ഉണ്ടായി. ഇന്ന് രാവിലെയായിരുന്നു പോലീസ് ഇദ്ദേഹത്തെ വീട്ടിലെത്തിച്ചതും തെളിവെടുപ്പ് നടത്തിയതും. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയെന്ന വ്യാജേന ഈ 1.5 വയസ്സുകാരനെ അഷ്കർ ആശുപത്രിയിലെത്തിക്കുന്നതും തുടർന്ന് മരണത്തിന് കീഴടങ്ങുന്നതും. അപ്പോൾ തന്നെ ബന്ധുക്കളുടെ പരാതി ഉണ്ടായിരുന്നു. ഈ പറയുന്നത് കൊലപാതകമാണ്, ഇതിൽ ദുരൂഹതയുണ്ടെന്നുള്ള പരാതി ഉണ്ടായിരുന്നു. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന അഖിലയും അഷ്കറും വാടക വീട്ടിലേക്ക് മാറുന്നത്. ഈ മാറിയ സമയം മുതൽ തന്നെ ഈ കുട്ടിയുടെ ദേഹത്തുണ്ടാകുന്ന പരിക്കുകൾ ബന്ധുക്കൾക്ക് ഏറെ ദുരൂഹത സൃഷ്ടിച്ചിരുന്നു. 1.5 വർഷം മുമ്പ് അഖിൽ മരിക്കുന്നു, അതായത് അഖിലയുടെ ഭർത്താവ് മരിക്കുന്നു. മരിച്ചതിന് ശേഷമാണ് ഈ അഷ്കറുമായി അഖില ബന്ധത്തിലേർപ്പെടുന്നതും തുടർന്ന് ഒന്നിച്ച് താമസിക്കുന്നതും. ഈ താമസിച്ച നാൾ മുതൽ തന്നെ ഈ പറയുന്ന കുട്ടിയെ ഇദ്ദേഹം ഉപദ്രവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നുവെന്ന് ഈ അഖിലയുടെ മാതാവ് തന്നെ നമ്മളോട് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം അഖിലിൻ്റെ അച്ഛനും ഈ കുട്ടിയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് മകൻ്റെ ചെറുമകനെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒത്തുനിൽക്കുന്ന സമയത്തായിരുന്നു. കാരണം ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടായി. കുട്ടിയെ ഇവർക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴായിരുന്നു കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തി. ഇതിൽ ദുരൂഹതയുണ്ടെന്ന്. മൃതദേഹ പരിശോധനയിലും ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോഴുമൊക്കെയും ഈ കുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നുവെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 51ലധികം മുറിപ്പാടുകളാണ് ഈ പിഞ്ച് ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. തുടർന്ന് അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇതൊക്കെ സമ്മതിക്കുകയായിരുന്നു. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും തലയൊക്കെ ചുവരിൽ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെന്നും ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ള മൊഴികൾ പോലീസിന് നൽകിയിരുന്നു. ഇതൊക്കെ സമാഹരിച്ചുകൊണ്ട് ഇയാൾ നൽകിയ മൊഴിയെല്ലാം സമാഹരിച്ചുകൊണ്ട് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ തെളിവെടുപ്പായിരുന്നു ഈ പറയുന്ന വീട്ടിലെത്തിയപ്പോൾ ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് സമീപത്തെ പറമ്പിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ അമ്മ അഖിലയും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ഇവിടെ വന്നു പോകാറുള്ള ഒരു അനു എന്ന് പറയുന്ന ഒരു യുവതിയുണ്ട്. ആ യുവതിക്ക് നേരെയും അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും നാട്ടുകാർ ഈ വിഷയത്തിൽ വളരെ രോഷാകുലരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവവുമായി കേസിൻ്റെ അന്വേഷണവുമായി ഈ അഷ്കർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഇരുവരെയും ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ വാങ്ങിയതിന് ശേഷമായിരിക്കും കൂടുതൽ തുടർ നടപടിയും തുടരന്വേഷണവും. അതേസമയം ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം അഖിലിൻ്റെ മാതാപിതാക്കൾക്ക് നൽകിയിരുന്നു. വീട്ടിൽ മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളും നടന്നിരുന്നു. അരുൺ മോഹൻ, ന്യൂസ് 18 നെടുമങ്ങാട്.